ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് സഹോദരിമാർക്ക് കൂടി വരുവാൻ തക്കവിധം ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പാത്രങ്ങൾ എന്നാണ്. അങ്ങനെ ഞാൻ മാനപാത്രങ്ങൾ എന്നായി നമുക്കതിന് പേര് കൊടുക്കാം. ദൈവത്തിൻ്റെ പാത്രങ്ങൾ ഉള്ളതിനേക്കാൾ മാനപാത്രങ്ങൾ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ രാജകൊട്ടാരങ്ങൾ, ഇപ്പം നമുക്ക് രാജവാഴ്ചയൊന്നും ഇല്ലാത്ത കാലമാണല്ലേ. രാജവാഴ്ചയൊന്നും ഇല്ലെങ്കിലും ഈ രാജവാഴ്ചയുടെയൊക്കെ കാലഘട്ടം കഴിയുമ്പോൾ മിക്കവാറും പാലസുകളൊക്കെ, കൊട്ടാരങ്ങളൊക്കെ മ്യൂസിയങ്ങളാക്കും അല്ലേ. അപ്പം നിങ്ങളിൽ പലരും മ്യൂസിയങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ടാവും അല്ലേ. അവിടെ പല വസ്തുക്കൾ, ഉപകരണങ്ങൾ, പാത്രങ്ങളൊക്കെ നമുക്കറിയാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്കറിയാം അവിടെ മിക്കവാറും പ്രദർശിപ്പിച്ചിരിക്കുന്ന പാത്രങ്ങൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെയുള്ള, അതായത് രാജകീയ വിരുന്നുകൾക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രത്യേക ഫംഗ്ഷനുകൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ, പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർ തമ്മിലുള്ള വലിയ മീറ്റിങ്ങുകൾക്കും, നമുക്കറിയാം നമ്മുടെ രാജ്യത്തും അത്താഴ വിരുന്നുകളൊക്കെ നടക്കും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലെ പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഷെൽഫുകളിൽ അങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പക്ഷേ ആ കൊട്ടാരം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള വെള്ളിയും പൊന്നും കൊണ്ടുള്ള പാത്രങ്ങൾ മാത്രമൊന്നുമല്ല അല്ലേ. വേസ്റ്റ് ഇടുന്ന ബിന്നുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് തുണികളിടുന്ന സ്ഥലം ഉണ്ടാവാം. പക്ഷെ അതൊന്നും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയില്ല അല്ലേ. സാധാരണ ഒരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രമേൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ളത് മാത്രമാണ്. പലവിധമായിരിക്കുന്ന പാത്രങ്ങളെ അല്ലെങ്കിൽ ഉപകരണങ്ങളെയൊക്കെ നമുക്കവിടെ കാണാം. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാനായിട്ടുള്ള വിഷയം മാനപാത്രങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാത്രങ്ങൾ എന്നുള്ളതാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിലാണ് ഈ മാനപാത്രങ്ങൾ എന്നുള്ള നമുക്ക് ഇത് കാണാനായിട്ട് കഴിയുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ള വകയുമുണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. അതായത് ഒരു വലിയ വീട്, ആ വലിയ വീട്ടിൽ പലതരം പാത്രങ്ങളുണ്ട്, പല കാര്യങ്ങൾക്ക് അവ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ വായിച്ചത്. അതിൽ നിന്ന് നമുക്ക് 3 പ്രധാന കാര്യങ്ങൾ, പ്രധാന സത്യങ്ങൾ നമുക്കതിൽ നിന്ന് ചിന്തിക്കാം പ്രാരംഭമായിട്ട്. ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് എന്താണ്, ഒരു വലിയ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന്. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. അപ്പോൾ ഒരു വലിയ വീട്, ആ വലിയ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്, പലതരം സാധനങ്ങളുണ്ട്. ഓരോ സാധനങ്ങളും പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പം പാത്രങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓരോരോ പാത്രങ്ങൾ, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്, മണ്ണും മരവും കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്. അപ്പം ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഒന്നാമത് ചിന്തിക്കാം, നാം എല്ലാം ഇവിടെ പാത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, വെറും ഉപയോഗിക്കുന്ന പാത്രങ്ങളെക്കുറിച്ചുള്ള, അത് അടുത്ത പോയിന്റിൽ വരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പാത്രങ്ങളാണ്. എവരിവൺ ഈസ് എ വെസൽ. നമുക്കിവിടുന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാത്രം എന്താണ്, നാം ഓരോരുത്തരും ഓരോ പാത്രങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവരും ഓരോ പാത്രമാണ് എന്നാണ് നമുക്കിവിടുന്ന് ചിന്തിക്കാനായിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ വീട്ടിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ വലിയ വീട് എന്താണ്, അതിനെ നമുക്ക് എന്തായിട്ട് ചിന്തിക്കാം? കർത്താവിൻ്റെ വലിയ വീട് എന്താണ്? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ കർത്താവിൻ്റെ വലിയ വീട് കർത്താവിൻ്റെ സഭയാണ് അല്ലേ. നമുക്കറിയാം, എപ്പോഴും ദൈവവചനത്തിൽ പാത്രങ്ങളെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കാനാണ്? ഇപ്പോൾ അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? പൗലോസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഞാൻ അവനെ ജാതികൾക്കും രാജാക്കന്മാർക്കും യഹൂദന്മാർക്കും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാനുള്ള ഒരു പാത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വേദഭാഗങ്ങൾ വായിക്കാതെ പോകുന്നത് സമയക്കുറവുകൊണ്ടാണ് അതിലെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം പാത്രമെന്ന് ഉപയോഗിക്കുന്ന എന്താണ്? നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ആത്മാവിനെ വഹിക്കുന്ന ആത്മീയ ശരീരത്തെ ഉൾക്കൊള്ളുന്ന ഓരോ പാത്രങ്ങളാണ് നമ്മുടെ ശരീരങ്ങൾ അല്ലേ. അപ്പം നമ്മളെല്ലാവരും ഇപ്പം ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1 തിമോത്തിയോസ് 4:4 ഓരോരുത്തൻ താൻ്റെ പാത്രത്തെ
വിശുദ്ധിയിലും മാനത്തിലും ഓരോരുത്തൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണ്? 1 പത്രോസ്, എല്ലാവരും ലേഖനം പഠിച്ചിട്ടിരിക്കണമല്ലോ. 1 പത്രോസ് 3:7 പറയുന്നത് എന്നാ? സ്ത്രീജനം ബലഹീന പാത്രം. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 5:7 നമ്മൾ വായിക്കുന്നത്, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ തന്നിരിക്കുന്നതെന്നാണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ആത്മീക ജീവിതവും ആത്മാവും എല്ലാം മൺപാത്രങ്ങളിൽ നിന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത് പാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാത്രം അല്ലെങ്കിൽ ഒരു പാത്രം എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ഗ്ലാസ് എന്തിനാണ്? നമ്മൾക്ക് വെള്ളം എടുത്ത് കുടിക്കാം അല്ലേ? അല്ലെങ്കിൽ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു വസ്തു അല്ലേ? എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വസ്തു. ഒരു തുണി. ഇപ്പം നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ പത്രോസ് അപ്പസ്തോലിന് വെളിപ്പാട് എങ്ങനെയാണ് കൊടുക്കുന്നത്? 4 കോണും കെട്ടി ഇറക്കിയ ഒരു പാത്രം, ഒരു ക്ലോത്ത്, ഒരു തുണിക്കഷ്ണമാണ്, പക്ഷെ ഒരു ദുപ്പട്ട പോലെ ഒരു പാത്രം എന്നാ അല്ലേ? അതിനകത്താണ് എല്ലാ വക ജീവികളെയും കാണുന്നത് അല്ലേ? അപ്പോൾ അതും എന്താണ്? ഒരു പാത്രമാണ് അല്ലേ? അപ്പോൾ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു തുണി കൊണ്ട് ഒരു ഇതുണ്ടാക്കി നമ്മൾ കുറച്ച് നമ്മുടെ വേസ്റ്റ് തുണിയൊക്കെ ഇട്ട് വെച്ചാൽ അതെന്താണ്? വേസ്റ്റ് ബിന്നാക്കി നമ്മളല്ലേ? ഇനി നമ്മൾ ചോറ് വിളമ്പി തിന്നുന്ന, ചോറ് കഴിക്കുന്നത് പ്ലേറ്റ്, കറി വയ്ക്കുന്നത് ചട്ടി, ചോറ് വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്രയേ ഉള്ളൂ. ഒരു പാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ഉദ്ദേശം. പാത്രം എന്ന് പറഞ്ഞാൽ അതാണ്, എന്തെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു ഐറ്റം. അതാണ് ഒരു പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ബൈബിളിൽ പാത്രം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോഴും എന്തിനെ പ്രതിനിധീകരിക്കാനാണ്? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? ദൈവം നമുക്ക് തന്നിട്ടുള്ള ആത്മീക ജീവിതത്തെ നമ്മൾ പറഞ്ഞു. ഈ നിക്ഷേപം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ നിക്ഷേപം, അതായത് തനിക്ക് കൊടുത്തിട്ടുള്ള വീണ്ടെടുപ്പ് ജീവിതം ഞാൻ പ്രശംസിക്കാതിരിക്കാൻ എനിക്ക് മൺപാത്രം, തൻ്റെ ശരീരത്തെ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് പറയുന്നത്? ഒരു മൺപാത്രം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ആരാണ്? ഓരോ പാത്രങ്ങളാണ്. ദൈവത്തിൻ്റെ ഇമേജ് വഹിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ആത്മീയ ജീവിതത്തെ നമുക്ക് ഒരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഭാഗം നമുക്ക് ക്ലിയർ ആകും. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളാണ്. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നു മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ വഹിച്ചു എങ്കിൽ എന്ത്? നമ്മൾ കോപപാത്രങ്ങളായിരുന്നു അല്ലേ? ഇവിടെ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണ്? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും അതായത് അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ്റെ ആ ഡെസ്റ്റിനി, അവൻ്റെ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനെ സ്വീകരിച്ച ഒരു വ്യക്തി കർത്താവിൻ്റെ അടുക്കലേക്കും കർത്താവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തി നിത്യനാശത്തിലേക്കും പോകും അല്ലേ? അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് തൻ്റെ കോപം കാണിപ്പാനും ശക്തി. നരകം എന്താ നമ്മളെ കാണിക്കുന്നത്? ദൈവകോപം അല്ലേ? നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞവൻ അല്ലേ? ദൈവത്തിൻ്റെ കോപം മുഴുവനും, നമ്മൾ നിത്യനരകത്തിൽ അനുഭവിക്കേണ്ട ആ കോപം മുഴുവനും ആര് ഏറ്റെടുത്തു? യേശു കർത്താവ്. അങ്ങനെ നമ്മൾ കോപപാത്രങ്ങളായിരുന്ന നമ്മളെ കരുണാപാത്രങ്ങളാക്കാനായിട്ടാണ്, ആ കരുണ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ആ കോപമെല്ലാം ഏറ്റെടുത്തത്. അപ്പം കർത്താവിൻ്റെ ശക്തി അത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിലൂടെ തൻ്റെ തേജസ് ദൈവം വെളിപ്പെടുത്തും. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിലൂടെ എന്ത് വെളിപ്പെടും? തൻ്റെ കോപം വെളിപ്പെടും. അപ്പം നമ്മൾ ചിന്തിച്ചോളണം, നമ്മൾ വെറും ഒരു പാത്രമല്ല. എന്തിനാണ് ദൈവം? നമ്മൾ കോപപാത്രങ്ങളായിരുന്നു. നമ്മൾ ആരായിരുന്നു? നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന, നമ്മൾ ആദമിൻ്റെ അവയുടെ മക്കളായ നമ്മൾ ആരായിരുന്നു? കോപപാത്രങ്ങളായിരുന്നു അല്ലേ? പക്ഷേ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനിലൂടെ നമ്മളെ തൻ്റെ കരുണ, അതായത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത എല്ലാവരും കോപപാത്രങ്ങളാണ്. നമുക്ക് വെച്ചിരിക്കുന്നത് കോപമാണ്. അപ്പോൾ എന്താണ്? ദൈവം നമ്മളെ എന്ത് ചെയ്തു? കരുണാപാത്രങ്ങളായി ജാതികളിൽ നിന്ന്, നമ്മൾ ജാതികളാണ്, യഹൂദന്മാരല്ല, നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്താൻ, അതായത്
നമ്മൾ എത്ര കോപപാത്രങ്ങളായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ പുണ്യാകരക്തത്താൽ കഴുകപ്പെട്ടപ്പോൾ നമ്മൾ ആരായി? കരുണാപാത്രങ്ങളായിട്ട് നമ്മൾ തീർന്നു. അപ്പം കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളൊരു പാത്രമാണ് എന്ന് മാത്രമല്ല, ഈ പാത്രം ഓരോരുത്തരും ഓരോ പാത്രമാണ്. ഈ പാത്രം എവിടെയാണ് ആയിരിക്കുന്നത്? എവിടുത്തെ പാത്രം എന്നാ? ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളി അല്ലേ, അനേക സാമാനങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സഭയാകുന്ന ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മൾ ആരാണ്? ഒന്നാമത് നമ്മൾ ചിന്തിച്ച കാര്യം എന്താണ്? നമ്മൾ ഓരോരുത്തരും പാത്രങ്ങൾ. അവിടെ എങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്? ഓണറബിൾ വെസൽസും ഉണ്ട്, ഡിസോണറബിൾ വെസൽസും ഉണ്ട് അല്ലേ? അതായത് മാനപാത്രങ്ങളും ഉണ്ട്, അപമാന പാത്രങ്ങളും ഉണ്ട്. ഉണ്ടാവുമോ ചർച്ചിൽ? നിങ്ങൾക്ക് എന്താ തോന്നണേ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമല്ലേ? കർത്താവ് 2 ഉപമകൾ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആദ്യം നമ്മൾ വായിക്കുന്ന ഭാഗം അതിൻ്റെ ഇങ്ങനെ വായിക്കുന്ന, ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു. മത്തായി സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും ഉണ്ട്. പിന്നെ 47 മുതൽ 50 വരെയുള്ള, നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ മതി. അതൊക്കെ വായിച്ചു നോക്കുക. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. താൻ ഉറങ്ങിയപ്പം ശത്രു വന്ന് കളയം വിധിച്ചു. എന്നിട്ട് തൻ്റെ വേലക്കാരിങ്ങനെ എല്ലാം മുളച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യജമാനൻ നല്ല വിത്തല്ലേ വിതച്ചത്, കളയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് പറിച്ചു കൂട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അത് പറിച്ചു കൂട്ടണ്ട, കൊയ്ത്തോളം വളരട്ടെ, ഇപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വിത്തും കൂടെ പറഞ്ഞ് പോവും. അങ്ങനെ ആ കൊയ്ത്തിൻ്റെ സമയമായപ്പോൾ യജമാനൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് പറിച്ചു കൂട്ടണം? കളയെല്ലാം പറിച്ചു കൂട്ടി കെട്ടിവെക്കുക, അത് തീയിലിടാനാണ്. പിന്നീട് പറഞ്ഞു, ആ നല്ലതെല്ലാം അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നല്ലത് കൊയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ 47 മുതൽ 50 വരെയുള്ളത് പിന്നെ താൻ പറഞ്ഞത്, ദൈവരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതായിട്ടുള്ള ഒരു വലയോട് ഒക്കുന്നു. എല്ലാ വക മീനും അതിൽ വിടും. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ വല വലിച്ചു കയറ്റി കഴിയുമ്പോൾ എന്തു ചെയ്യും? മീൻപിടുത്തക്കാരൻ അതിരുന്ന് വേർതിരിക്കും എന്ന് പറഞ്ഞതുപോലെ, അത് പറഞ്ഞതിനിങ്ങനെ കർത്താവ് പറഞ്ഞ എന്താണ്? കർത്താവിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരും നല്ല ആളുകളല്ല എന്ന് കർത്താവിന് അറിയാം അല്ലേ? ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ചർച്ചിൽ എല്ലാവരും ഓണറബിൾ വെസൽസ് ആണോ എന്ന് നമ്മളാരും വിധിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. അത് ആർക്ക് വെച്ചേക്കണം? പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. അത് നമ്മൾ അടുത്ത പോയിന്റ് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തൻ താൻ്റെ പാത്രത്തെ, ഇത് നമ്മൾ കേൾക്കുന്ന എന്തിനാ? ഞാനൊരു വെസലാണ് അല്ലേ? ഞാൻ ചിന്തിക്കണം. ഞാൻ പറയുമ്പോൾ എന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഞാൻ കർത്താവിൻ്റെ ഒരു മാനപാത്രമായിരിക്കണം. അതാണ് കർത്താവിനെ കുറിച്ച്. ഇനി ഞാൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന സഭയിൽ ഒരു ഒരാളെ കണ്ടിട്ട് അത് അപമാനപാത്രമാണെന്ന് വിധിക്കാനോ അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്താനോ ഇതൊന്നിനുമുള്ള ഇത് നമുക്കില്ല. കർത്താവ് പറഞ്ഞതുപോലെ അത് ഫൈനൽ. ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല ഈ വെസൽ ഹോണറബിളാണോ മാനപാത്രമാണോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? അതൊക്കെ കൊയ്ത്തോളം കർത്താവ് കൊയ്ത്തിൻ്റെ സമയത്ത് ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ നമ്മുടെ ആ കർത്താവിൻ്റെ മക്കൾക്ക് വരുന്ന ആ വിധിയിൽ എന്ത് ചെയ്തോളും? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കർത്താവിൻ്റെ ഭവനത്തിലെ ഓരോ പാത്രങ്ങളാണ് അല്ലേ? ഒന്നാമത് നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാം. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. രണ്ടാമത് പറയുന്ന ഭാഗം, ആ വേദഭാഗത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തൻ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ യജമാനന് വിശുദ്ധവും ഉപയോഗവുമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും എന്നാണ്. അപ്പോൾ ഇവയെ വിട്ടകന്ന്, അതായത് ഈ അതിൻ്റെ പോയിന്റ് ഞാൻ പറയാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഉപദേശ വിഷയമാണ്. തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? തിമോത്തിയോസ് നല്ല സാക്ഷ്യം കൊണ്ട് ഒരു പുരുഷനാണല്ലേ, നല്ല ഒരു വ്യക്തിയാണ്. പക്ഷേ തിമോത്തിയോസിനോടും തൻ്റെ കീഴുള്ള ആളുകളോട് നീ എന്ത് പറയണം? ഓരോരുത്തനും ഈ ഇവയെ വിട്ടകന്ന്, അതായത് നമുക്കിങ്ങനെ 2 കൂട്ടമായിട്ടും ചിന്തിക്കാം. ദുരുപദേശങ്ങളെ പിൻപറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അതും, ഇനിയല്ല മറ്റു പാപവഴികളിൽ നടക്കുന്ന ആളുകളുണ്ടെങ്കിലും ഈ പാപത്തെ വിട്ടകന്നും ദുരുപദേശങ്ങളെ വിട്ടകന്നും തന്നെത്താൻ സൂക്ഷിക്കുന്നവരായിരിക്കണം.
അപ്പം നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: അപമാനപാത്രങ്ങളിൽ നിന്നകന്ന് തന്നെത്താൻ നാം സൂക്ഷിക്കണം. അല്ലെങ്കിൽ തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു പാത്രമാണ് മാനപാത്രം. മാനപാത്രം ആരാണ്? എന്താണ്? ഈ ഇവയിൽ നിന്നാണ്. അപ്പം ഒരു മാനപാത്രം എങ്ങനെയാണ്? ഡിസോണറബിൾ വെസൽസിൽ നിന്നും തന്നെത്താൻ സൂക്ഷിക്കുന്നു, തന്നെ എന്ത് ചെയ്യുന്നു? ഇവയെ വിട്ട്. അപ്പം നമുക്കതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? നമ്മൾ ചിലപ്പം നമ്മൾ സഹോദരിമാർ പലപ്പോഴും നമ്മളും ദുരുപദേശങ്ങളിൽ പെട്ടുപോകില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അധർമ്മം പെരുകി, അല്ലെങ്കിൽ അധർമ്മത്തിൻ്റെ ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. വല്ലാത്തൊരു അധാർമികതയുള്ള ലോകം. ഇന്നലെ ആൻറ്റി നമുക്ക് ദൈവഹിതത്തെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ എന്താ പറഞ്ഞേ? മോറൽ വില്ലെന്ന് പറഞ്ഞു അല്ലേ. കർത്താവിൻ്റെ മോറൽ വിൽ, കർത്താവിൻ്റെ ധാർമ്മികമായിട്ടുള്ള കർത്താവിൻ്റെ ആ ഹിതം, അതിന് വിധേയപ്പെട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ ഓരോരുത്തരും ജീവിക്കാനായിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധാർമ്മിക വിശുദ്ധി ഉള്ളവരായി കർത്താവിന് കൊള്ളാകുന്ന മാനപാത്രങ്ങളായിട്ട്. അതായത് ഇവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് കൊള്ളാവുന്ന കാര്യം എന്താണ്? തന്നെത്താൻ എന്ത് ചെയ്യണം? ക്ലീൻ ഔട്ട് അവേഴ്സെൽസ് എന്നാണ്. ഈ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷയ്ക്കായിട്ടുള്ള കാര്യമല്ല, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് അല്ലേ. നമ്മളെ ഇന്ന് 1 പത്രോസ് 1:2 എന്താണ്? എല്ലാവർക്കും അറിയാം, മനസ്സിൽ ഓർത്താൽ മതി. ഇങ്ങനെ പറയുന്നത് അല്ലേ: ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും ആയിട്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടു. നമ്മുടെ രക്ഷയെക്കുറിച്ചാണ്. കർത്താവ് ലോകസാമരത്തിന് മുന്നമേ നമ്മൾ. അപ്പം ഈ പാത്രം, കർത്താവിൻ്റെ ഭവനത്തിൽ വന്ന പാത്രം ആരാണ്? രക്ഷിക്കപ്പെട്ട പാത്രങ്ങളാണ് നമ്മളല്ലേ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? തന്നെത്താൻ വെടിപ്പാക്കാൻ പറയുന്നത് എന്താണ്? ഇനിയും ഒരു വെടിപ്പാക്കലുണ്ടോ? വെടിപ്പാക്കി നമ്മളെ ഇരുത്തിയിരിക്കുന്നതല്ലേ. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ വിശുദ്ധിയുള്ളവർ. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഈ കൊട്ടാരങ്ങളിലൊക്കെ ഒരു ഈ പണ്ടത്തെ കോളാമ്പി ഉണ്ടല്ലേ. കോളാമ്പി എന്തിനാ ഉപയോഗിക്കണേ? തുപ്പൽ കോളാമ്പി അല്ലേ. ഇപ്പോൾ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ അതൊരു തുപ്പൽ കോളാമ്പിയായിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു. അത് പിന്നെ ഒരു ജനറേഷൻ, പിന്നെ ഒരു കുറേ തലമുറയൊക്കെ കഴിഞ്ഞു വന്നപ്പം ഈ പാത്രം അവിടെ അങ്ങനെ തുരുമ്പ് പിടിച്ച് കറ പിടിച്ചൊക്കെ കിടന്നു. ഇതൊരു പാത്രം ഇച്ചിരി കൂടി കൊട്ടാരത്തിലെ രാജാക്കന്മാർ ഇച്ചിരി നല്ല പാത്രത്തിലൊക്കെ അവരുടെ കോളാമ്പിയൊക്കെ എങ്ങനെയുള്ളതായിരിക്കും? അല്ലെങ്കിൽ പഴയ തറവാട്ടുകളിലൊക്കെ കോളാമ്പിയുണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്തോ നല്ല പാത്രമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് നല്ല വൃത്തിയാക്കി അത് നല്ല പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഒരു സിൽവർ കോട്ടഡ് ബൗളാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? പിന്നത്തെ ആ തലമുറയിൽ ചിലപ്പോൾ അവരൊരു നല്ല ഒരു വെള്ളി തളികയായിട്ട് അവരുടെ പ്രധാന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രമായിരിക്കും. പക്ഷേ പിന്നീട് അത് നമ്മൾ കൊണ്ടുപോയി കോളാമ്പിയായിട്ട് ഉപയോഗിക്കുമോ? അതിൻ്റെ സ്ഥാനം പിന്നെ തുപ്പാനായിട്ടായിരിക്കുമോ? ഇപ്പം ചിന്തിക്കുക, നമ്മളൊക്കെ പണ്ടൊരു കോളാമ്പി പോലെ ആയിരുന്നു. കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി. ഇനി അതിനെ ഓർണേറ്റ് ചെയ്യാൻ അലങ്കരിക്കേണ്ടത് ആരാണ്? തന്നെത്താൻ വഴി. ഇപ്പം സ്ത്രീകളുടെ അലങ്കാരം എന്താണ്? സൽപ്രവർത്തികളെ കൊണ്ട് തന്നെത്താൻ അലങ്കരിക്കട്ടെ. അപ്പം നമ്മൾ മാനപാത്രങ്ങളായ, അത് അടുത്ത പോയിന്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മൾ മാനപാത്രങ്ങളായിട്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മൾ മാനപാത്രം ആവണം. മാനപാത്രം ആവണേ എന്ത് വേണം? ഇവിടെ പറയുന്നത് എന്താണ്? തന്നെത്താൻ വെടിപ്പാക്കണം. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നിൽ എന്തൊക്കെ അശുദ്ധികളുണ്ട്? കർത്താവ് നമ്മളെ രക്ഷിച്ചു. നമുക്ക് ദൈനംദിന ജീവിത വിശുദ്ധിക്കുള്ള എല്ലാ കൃപയും ദൈവമാണ് തരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഒന്ന് പരിശോധിക്കണം. ഞാനൊരു ക്ലീൻ വെസലാണോ? എൻ്റെ ജീവിതത്തിൽ അശുദ്ധികളുണ്ടോ? എൻ്റെ യജമാനന് ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ അടുക്കളയിലേക്ക് ചെന്നു എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കഴുകാനിട്ടിരിക്കുന്ന സിങ്കിൽ നിന്നൊരു പാത്രം എടുക്കുമോ? നമ്മൾ സ്റ്റാൻഡേൽ കഴുകി വെച്ച് ഉണക്കി വെച്ചിരുന്ന പാത്രം എടുക്കും അല്ലേ? അത് തന്നെ നമ്മൾ എന്തായിരിക്കണം? ഈ ഉപയോഗിക്കണമെങ്കിൽ ആ വെസൽ എങ്ങനെയായിരിക്കണം? കർത്താവ് ഒരു അസൈൻമെൻറ്റിനായിട്ട് ഒരാളെ നോക്കുമ്പോൾ നമ്മൾ ക്ലീനായിട്ടിരിക്കുമ്പോൾ എന്തു ചെയ്യും? കർത്താവ് നമ്മളെ. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അതിലേക്ക് നമുക്ക് വരാം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മാനപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും.
അവിടെ പറയുന്നത് എന്താണ്? മാനപാത്രങ്ങളായി യജമാനൻ എന്താണ്? വിശുദ്ധവും അതുപോലെ ഉപയോഗപ്രദവും സൽപ്രവൃത്തികൾക്കൊക്കെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലേ. ഓരോ മാനപാത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അനുഗ്രഹിക്കപ്പെടുന്നത്. അതാണ് നമ്മുടെ 3ാമത്തെ പോയിന്റ്. അപ്പം നമ്മൾ മാനപാത്രമായാൽ എന്തുണ്ട്? ആ മാനപാത്രത്തെ ദൈവം എന്താണ്? അത് വിശുദ്ധമാണല്ലേ. വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. വേർപാട് അല്ലേ, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. കർത്താവിനായിട്ട് വേർതിരിച്ചു വച്ചിരിക്കുന്ന പാത്രമാണെന്ത്? ഒരു മാനപാത്രം അല്ലേ. അത് വിശുദ്ധമാണ്. പിന്നെ എന്താണ്? അത് യജമാനൻ ഉപയോഗിക്കും. ഈ മാനപാത്രമായിട്ടിരുന്ന എന്ത് ചെയ്യും? അപ്പം നമുക്ക് മാനപാത്രമാണോ എന്ന് നമ്മളെ പരിശോധിക്കാം. ഞാൻ കർത്താവിനായിട്ട് വേർപാട് പുലർത്തേണ്ട മേഖലകളിലൊക്കെ വേർപാട് പുലർത്തിയാണോ ഞാൻ ജീവിക്കുന്നത്? ഇന്നലെ ആൻറ്റി മോറൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം ത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും. ഈ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വർഷമായി രക്ഷിക്കപ്പെട്ടു സഭയായി കൂടിയിരുന്നപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ മീറ്റിംഗ് ഒരു 25ാമത്തെ തവണത്തെ മീറ്റിംഗ് ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഞാൻ വിചാരിക്കുന്നു ചില വർഷം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എനിവേ 20 തവണയെങ്കിലും നമ്മളിങ്ങനെ കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യകാലത്തേക്കാൾ നമ്മൾ കുറേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്തല്ല, വേർപാടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് ഇവയെ വിട്ടകന്ന്. ചില ഉപദേശങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് തോന്നും. അതിൽ നിന്ന് വേർപെടണം, സെപ്പറേറ്റ് ചെയ്യണം, നമ്മളെ തന്നെ എന്ത് ചെയ്യണം? മാറ്റി സൂക്ഷിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? നമുക്കൊരു ബോധ്യം വേണം. ഞാൻ ആരാണ്? ഞാൻ ഉപയോഗിക്കപ്പെടേണ്ട, യജമാനൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു യൂസ്ഫുൾ ആകണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനായിട്ട് വേർതിരിച്ച്, നമ്മൾ പറഞ്ഞു ഉദാഹരണം ഓർത്താൽ മതി അല്ലേ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നാൽ നമ്മളത് ഉപയോഗിക്കും. ഇനി കഴുകാൻ കിടന്ന നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ചില സമയത്ത് നമ്മുടെ ഒരു മടിയൊക്കെ വരുമ്പോഴാണ് സിങ്കിൽ പാത്രം വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളവർക്ക് ഇച്ചിരി കഴിയട്ടെ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളങ്ങനെ മാറ്റി വെച്ചാൽ നമ്മളൊരു ഇനി ഈ ക്യാമ്പിൽ ഇതിപ്പോൾ ആൻറ്റിയുടെ ഇന്നലത്തെ സെഷൻ ദൈവഹിതത്തെക്കുറിച്ചായിരുന്നു. അതിലും ആൻറ്റി പറഞ്ഞ കാര്യം ഇതാണ്, നമുക്കൊരു മോറൽ വില്ല്, അതായത് കർത്താവിൻ്റെ ഹിതം, അതാണ് അതിൽ വരും ഈ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻറ്റി ഇന്നലെയും പറഞ്ഞ വാക്യം അതാണ്. അപ്പം നിങ്ങൾ ഇനി കേൾക്കുന്ന ക്ലാസ്സുകളൊക്കെ എന്താണ്? നമ്മളെ ക്ലെൻസ് ചെയ്യാനുള്ള അല്ലേ, ക്ലെൻസിങ് അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ മേക്കൊക്കെ ഇപ്പോൾ ക്ലെൻസിങ് മിൽക്കൊക്കെ ആദ്യമല്ലേ, ഡീപ്പ് ക്ലെൻസിങ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്കുള്ള ക്ലെൻസിങ് ഒക്കെ എന്താണ്? ദൈവവചനത്തിൻ്റെ കേൾവി ഒരു ക്ലെൻസിങ് ആണ്. അതൊരു മുഖാന്തരമാണ്. അപ്പോൾ ഇനി കേൾക്കുന്ന ക്ലാസ്സുകളെല്ലാം എന്തിനാണ്? ഇനി എന്തെങ്കിലും ഒരു പോരായ്കയുള്ള ഒരു പാത്രമാണെങ്കിൽ എന്താക്കണം? ഒന്നുകൂടെ ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെ ഉപയോഗവും സൽപ്രവർത്തികൾക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന. അപ്പം സൽപ്രവൃത്തിയൊക്കെ കർത്താവ് മുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സഹോദരിമാരെ, നമ്മൾ സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവരല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും വിഷയമുള്ളത് കൊണ്ടാണ്? സൽപ്രവൃത്തി ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എഫേസ്യ ലേഖനം 2:10 എന്നാ പറയുന്നത്? സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം അവ ചെയ്യേണ്ടതിന് അവ മുന്നൊരുക്കിയിരിക്കുന്നു അല്ലേ. കർത്താവ് എന്തോരം സാധ്യതകളാണ് സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാനപാത്രമാകാതെ നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം എന്തായിരിക്കും? നമ്മുടെ പ്രശ്നമാണ് സൽപ്രവൃത്തി ഇല്ലാത്തത് കൊണ്ടാണോ? കർത്താവിന് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? ഒന്നുമല്ല. നമുക്ക് ഒരു ക്ലീൻ വെസലായിട്ട് നമുക്ക് തീരണം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ക്ലീൻ വെസൽ, നമ്മളൊരു ക്ലീൻ വെസൽ ആയിരിക്കണം. അപ്പം നിങ്ങളെല്ലാം വിചാരിക്കും നമുക്കൊക്കെ പല കുറവുകളുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ലെൻസിങ്, ഇപ്പോൾ കർത്താവ് രക്ഷദാനമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വിശുദ്ധീകരണം നമ്മുടെ തന്നെ മാത്രം ഒരു ജോലിയാണോ? അല്ല. നമുക്കിനി അതുകൂടെ ചിന്തിക്കാം. ഈ നമ്മളൊരു മാനപാത്രമായിട്ട് തീരണമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യം എന്താണെന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. നമ്മളൊരു മാനപാത്രം, എങ്ങനെ നമുക്ക് മാനപാത്രങ്ങളായിട്ട് തീരാം? അതാണല്ലോ നമുക്ക് ആവശ്യമുള്ള കാര്യം. നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, എല്ലാവർക്കും മനപ്പാഠം അറിയാവുന്ന ഒരു ഭാഗമാണത്. അതിൻ്റെ ആദ്യ കുറച്ച് വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും.
അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ, അതായത് നമ്മൾ പാത്രമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ കർത്താവ് യിരെമ്യാവിനെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു പാഠം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എങ്ങോട്ടാണ് കൊണ്ടുപോയത്? കുശവൻ്റെ വീട്ടിലേക്കാണ്. നമുക്കും കുശവൻ്റെ വീട്ടിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ എവിടെ എത്തി? നമ്മളൊരു കർത്താവായ യേശുക്രിസ്തു എന്ന കുശവൻ്റെ കരങ്ങളിലെ കളിമണ്ണുകളായിട്ട് തീർന്നു അല്ലേ? നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ ചിന്തിക്കാവുന്ന കാര്യം എന്താണ്? നമ്മൾ ഇവിടെ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലാനല്ലേ പറയുന്നത്? യിരെമ്യാവിനോട് എവിടെയാണ് കൊണ്ടുപോയത്? കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പം നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തു എന്നല്ലേ വലിയ കുശവനായിരിക്കുന്ന കർത്താവിൻ്റെ കയ്യിലെ ആ വീട്ടിലെ ഒരു പാത്രമാണ് നമ്മൾ മാനപാത്രമായി തീരാൻ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ ആരുടെ കയ്യിലെ അല്ലെങ്കിൽ ആരുടെ വീട്ടിലെ പാത്രമാണ്? ഇവിടുന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യം പറഞ്ഞത് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ കർത്താവിൻ്റെ ആ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാര്യം എന്താണ്? കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുശവൻ്റെ കയ്യിൽ എന്തുണ്ട്? കളിമണ്ണുണ്ട് അല്ലേ? എന്താണെന്നറിയോ? കളിമണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഴ പെയ്തു കഴിഞ്ഞാൽ കളിമണ്ണ് കുഴയും, ചെളിയാവും. പിന്നെ ഒരു വെയിൽ വന്നു കഴിയുമ്പോൾ കളിമണ്ണ് എന്താവും? നല്ല കട്ടിയാവും. നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ ചർച്ചിൽ വന്ന പാത്രം. അപ്പം നമ്മൾ ആരാണ്? ഈ വെറും പറമ്പിൽ കിടന്ന കളിമണ്ണിൽ ഒരു പിടി മണ്ണെടുത്തതാണ് ഞാൻ. ഇപ്പം ആരുടെ കയ്യിലിരിക്കുവാണ്? കർത്താവ് ആ കിടന്ന കൊള്ളരുതാത്ത കളിമണ്ണിനെ എന്ത് ചെയ്തു? കൊള്ളാവുന്ന ഒരു പാത്രമാക്കണമെങ്കിൽ ആ കളിമണ്ണ് എന്ത് ചെയ്യണമെന്നറിയാവോ? ആ കളിമണ്ണ് വെറുതെ എടുത്തുകൊണ്ടെന്ന് ആ വീലയിൽ വെച്ച് കഴിഞ്ഞാൽ പാത്രമാവില്ല അല്ലേ? അതിനെ എന്ത് ചെയ്യണം? പാത്രമാക്കാൻ കൊള്ളുന്ന ആളാക്കി നമ്മളെ എന്താക്കി തീർത്തു കർത്താവ്? ഒരു പാത്രമാക്കാൻ തക്ക കളിമണ്ണാക്കി. ഇപ്പം നമ്മൾ എവിടെയാണ്? കുശവൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ കുശവൻ്റെ വീട്ടിൽ, അതായത് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഈ കുശവൻ്റെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അവിടെ കുശവനുണ്ടല്ലേ? കർത്താവ് നമ്മൾ ഈ കളിമണ്ണായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടാണോ അവിടുന്ന് എടുത്തത്? അല്ല. അതാണ് പ്രത്യേകത അല്ലേ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. കാലാകാലങ്ങളിൽ എന്നെയാണെങ്കിൽ 32 വർഷം മുമ്പ് കർത്താവ് എന്ത് ചെയ്തു? ഞാനൊക്കെ കിടന്ന മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? എന്നെ അവിടുന്ന് എടുത്തു. ആ ഒരു പാത്രം മെനയാനുള്ള നല്ല ഒരു കളിമണ്ണായിട്ട് ദൈവം ഒരു പരുവപ്പെടുത്തി. എന്നിട്ട് ഞാൻ ഇപ്പം എവിടെ വന്നു? അപ്പം സർവാധികാരിയായിരിക്കുന്ന ദൈവം ഒന്നിനും കൊള്ളരുതാത്ത എന്നോട് കരുണ കാണിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തേടി വന്നു. കർത്താവിൻ്റെ ശക്തിയാൽ ദൈവം എന്നെ ഉയർത്തി. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്ന് ഞാനൊരു നല്ല കളിമണ്ണായിട്ട് ഇപ്പോഴും ഞാൻ എവിടെ ഇരിക്കുന്നു? ആ കുശവൻ്റെ കയ്യിലാണല്ലേ? ആ കുശവൻ്റെ കയ്യിൽ കുശവനുണ്ട്. അതുപോലെ തന്നെ ആ കുശവൻ നമ്മളെ തിരഞ്ഞെടുത്ത് കുശവൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ ഈ സർവാധികാരിയായ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു നല്ല പ്ലാനും പദ്ധതിയും ഉണ്ട്. ഇനി എന്നെ തിരഞ്ഞെടുത്തു, ഇനിയിപ്പോൾ ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാന്നുള്ളതല്ല കർത്താവ് ലോക സ്ഥാപനത്തിന് മുന്നമേ എന്നെ എടുത്തപ്പോൾ കർത്താവിനൊരു പ്ലാനുണ്ട്. കർത്താവിന് എന്നെക്കുറിച്ച് ഒരു നല്ല പ്ലാനുണ്ട്. കർത്താവിന് എന്നെ ഈ ഭൂമിയിലേക്ക് നിങ്ങളെല്ലാം ചിന്തിക്കും. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ പലരും പല ഭാവനകളിൽ, പല ചുറ്റുപാടിൽ, പല സാഹചര്യങ്ങളിലൊക്കെ വളർന്നവരാണ് അല്ലേ? എന്നെയൊക്കെ എന്തിനു കൊള്ളാം, ഞാനൊക്കെ എന്ത് ചെയ്യാനാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ എല്ലാം തിരഞ്ഞെടുത്തത് ഓരോ ഉദ്ദേശമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കൊച്ചിനെക്കുറിച്ചും മുതിർന്ന ആളുകളെക്കുറിച്ചും യൗവനക്കാരെക്കുറിച്ചും പ്രായമുള്ള ആളുകളെക്കുറിച്ചും ദൈവം എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതുകൊണ്ട് ഈ കളിമണ്ണ് നമ്മളപ്പോൾ ഓർത്തോളണം. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു ജഡ സ്വഭാവം,
നമ്മൾ കളിമണ്ണാണ്, കർത്താവിൻ്റെ അടുക്ക വന്നു. എപ്പോഴും ആ കുശവൻ്റെ കയ്യിൽ പരുവപ്പെട്ട മണ്ണായിരുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഹാർഡാവും, നമ്മൾ വീണ്ടും പണിയാനായിട്ട് കൊള്ളരുതാത്തവരാവും അല്ലേ. പക്ഷേ ഈ നമ്മുടെ ഒരു ചിന്തയുണ്ട്, ഈ 10-15 വർഷം കൊണ്ട് നമ്മൾ നന്നാവുമെന്നല്ലേ. നമ്മുടെ ഒരു ചിന്ത എന്നാ, ഈ വർഷം എനിക്ക്, നമ്മൾ പുതിയ ഇയറിൽ നമ്മൾ തീരുമാനം എടുക്കാം, അപ്പം നമുക്ക് നല്ലതാവാം, ഈ വർഷം എനിക്ക് കുറച്ചുകൂടി പ്രയോജനമാകാം. അങ്ങനെ അങ്ങ് സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ച് ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വാഭാവികം അങ്ങനെ നമ്മളാവില്ല. ഒരു 30, ഇപ്പം ഞാൻ ചോദിച്ചില്ല, ഞാൻ 30 വർഷമായി എന്നുള്ളത് കൊണ്ട് ഞാൻ കർത്താവിന് പ്രയോജനമുള്ള ആളാവുമോ? ഇല്ല. നമ്മൾ കളിമണ്ണുകളാണ്. ഈ കളിമണ്ണിൻ്റെ ഈ കുശവൻ ആ കളിമണ്ണ് കൊണ്ട് മെനയുമ്പോൾ കർത്താവിന് എന്തേലും ഒരു കുഴപ്പമില്ലെന്ന് നമുക്കറിയാമല്ലോ. ഇല്ല അല്ലേ. നമുക്ക് ബാക്കി പോയിന്റിലേക്ക് വരുമ്പോൾ ഞാനത് കൂടുതൽ പറയാം. നമ്മളെല്ലാവരും ഭാഗ്യവശാൽ ആരുടെ അടുക്കലെത്തി? കർത്താവിൻ്റെ വീട്ടിൽ, ആ ഗ്രേറ്റ് ഹൗസിൽ നമ്മളെല്ലാവരും വന്നു. ആ കുശവൻ്റെ വീട്ടിൽ നമ്മൾ പറഞ്ഞു കുശവനുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മെനഞ്ഞെടുക്കാനായിട്ടുള്ള എല്ലാ റിസോഴ്സസും എവിടെയുണ്ട്? കുശവൻ്റെ. ഇനിയിപ്പം ഞാനൊരു മാനപാത്രമായി, നല്ലൊരു പാത്രമായി തീരാനുള്ള എല്ലാ വിഭവങ്ങളും എവിടെയുണ്ട്? ആ കുശവൻ്റെ വീട്ടിലുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിൽ ഉണ്ട്. മാത്രമല്ല, നമുക്കൊന്ന് ആലങ്കാരികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ ഒരു ഷെൽഫും കാണുമെന്ന് വിചാരിച്ചോ അല്ലേ? അത് നമുക്ക് വലിയൊരു പ്രത്യാശയാണ് അല്ലേ. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ എന്നാ സാക്ഷികളുടെ വലിയ. അപ്പം നമുക്കറിയാം, ഈ കുശവൻ്റെ വീട്ടിൽ വന്ന കളിമണ്ണ് ആ വീലിലൂടെ കടന്നിട്ട് ഒരു നല്ല പാത്രമായി കഴിഞ്ഞിട്ട് എവിടെ വെക്കുള്ളൂ? ഷെൽഫിൽ വെക്കുള്ളൂ. അപ്പം മുന്നേ പോയ നല്ല നല്ല പാത്രങ്ങൾ എന്തുണ്ട്? ആ ഷെൽഫിൽ. കുശവൻ്റെ വീട്ടിൽ ചെന്നാൽ ആ ഷെൽഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി എന്താണ് ആ ഷെൽഫിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. ഈ കുശവൻ്റെ വീട്ടിൽ കുശവനുണ്ട്. കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുമായിരുന്നല്ലേ. പോട്ടേഴ്സ് വീലുണ്ടല്ലേ. അവിടെ എന്തുണ്ട്? കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുമായിരുന്നു. അപ്പം നമ്മെ മാനപാത്രങ്ങളാക്കി തീർക്കാൻ രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമ്മെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ പ്രവൃത്തികളും കർത്താവ് ചെയ്യും. നമ്മെ ആ പോട്ടേഴ്സ് വീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഫോം ചെയ്യുന്നതാണ്. നമ്മെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. രക്ഷദാനമാണ്, നമ്മൾ തന്നെ ക്ലെൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മളെ ക്ലെൻസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? നമ്മളത് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇതായിരുന്നു, കളിമണ്ണായിരുന്നു. ആ കളിമണ്ണ് എങ്ങോട്ട് വന്നു? കുശവൻ്റെ വീട്ടിൽ വന്നു, കുശവൻ്റെ കയ്യിൽ വന്നു. ഇപ്പം നമ്മൾ എന്തിലേക്ക് പോവാണ്? നമ്മൾ പോട്ടറുടെ വീലിലേക്ക് വരികയാണ്. പോട്ടറുടെ വീലിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ കളിമണ്ണ് ആദ്യം കുഴച്ച് ഷേപ്പാക്കിയിട്ട് എന്ത് ചെയ്യും? ആ പോട്ടറുടെ വീലിനൊരു കറക്കമുണ്ട്, കൈയുടെ ഒരു പ്രഷറും ഉണ്ട്. അത് രണ്ടുമാണ് നമുക്കിഷ്ടമില്ലാത്ത കാര്യം. നമുക്ക് മാനപാത്രം ആവണം, പക്ഷേ വീലിലിരുന്ന് നമുക്ക് കറങ്ങാനായിട്ട് കുറച്ച് കറക്കി കഴിയുമ്പോൾ നമ്മൾ പറയും മടുത്തു, എനിക്ക് പറ്റില്ല അല്ലേ. ആ കൂടെ കുശവൻ്റെ ഒരു പ്രഷർ വരും. ഈ രൂപം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ രൂപം കൊടുക്കുന്നത് ആ കുശവൻ്റെ കൈ കൊണ്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ ഷേപ്പ് കൊടുക്കുമ്പോൾ ഒരു പ്രഷർ വരും അതിന്. ആ വീലും ഈ കുശവൻ്റെ കൈയും ഈ കളിമണ്ണിന് ഒരു പ്രഷർ വരുന്നുണ്ട് അല്ലേ. ഒരു കറക്കമുണ്ട്, ഒരു പ്രഷറും ഉണ്ട് അല്ലേ. ഇപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, പൗലോസ് അപ്പസ്തോലനെ കർത്താവ്, നമ്മൾ ആദ്യം പൗലോസ് അപ്പസ്തോലനെ കർത്താവ് ഒരു മാനപാത്രമാക്കാനായിട്ട് തിരഞ്ഞെടുത്തു. കർത്താവിന് എന്നേ ഒരു പദ്ധതിയുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ പൗലോസ് ആരാ? ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് മുടിച്ചു നടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ എന്നാ പറഞ്ഞേ? എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കാനുള്ള ഒരു പാത്രമാണ്. നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്ന തന്നെ ഈ പൗലോസ് അപ്പസ്തോലനും പത്രോസ് അപ്പസ്തോലനും നമ്മളോട് പറയുന്നത് ഇതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക്. അപ്പം ഈ പൗലോസ് അപ്പസ്തോലനെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു പദ്ധതിക്കാണ്, നമ്മളെ തിരഞ്ഞെടുപ്പോൾ ഒരു പദ്ധതിക്കാണ്. ഇനി മോശയുടെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. മോശയെ ദൈവം വീണ്ടെടുപ്പുകാരനായിട്ട് തിരഞ്ഞെടുത്തു. മോശ ആദ്യം വിചാരിച്ചു ഈ സഹോദരന്മാരെ എൻ്റെ പവർ കൊണ്ടൊക്കെ വിടുവിക്കാം. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ആ വീലിൽ കയറ്റി ഒരു 40 വർഷം എന്ത് ചെയ്തു? രൂപപ്പെടുത്തി അല്ലേ. അതാണ് നടക്കുന്നത്. നമ്മൾ മാനപാത്രമാകണമെങ്കിൽ
നമുക്കറിയാലോ, ഒരു പാത്രം ഇപ്പം നമുക്കറിയാം, ഒരു പൊട്ടിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചാൽ എന്ത് പറ്റും? അത് ചോർന്നു പോകും അല്ലേ? പാത്രം പൊട്ടിക്കഴിഞ്ഞാൽ കൊള്ളുമോ? വെള്ളം എടുത്തു വയ്ക്കാൻ പറ്റില്ല അതിലല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ മാനപാത്രമായിട്ടിരുന്നെങ്കിൽ, നമ്മളൊരു മാനപാത്രമായിട്ട്, ഒരു രൂപപ്പെട്ട പാത്രമായിട്ടിരുന്നാലേ അതിൽ നമ്മളെ ആദ്യം ചിന്തിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. നമുക്കൊരു പൊള്ളലും ഒരു വിള്ളലും ഒരു പൊട്ടലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കപ്പെടാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ പൗലോസ് അപ്പോസ്തലനെയും മോശയും ഒക്കെ കർത്താവ് ശുശ്രൂഷയ്ക്കെടുത്ത് ഉപയോഗിക്കാനായിട്ട് ആ മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പൗലോസ് അപ്പോസ്തലനും കുറേ വർഷം അറബിയിലേക്ക് പോയി അല്ലേ? താൻ രക്ഷിക്കപ്പെട്ടു, താൻ സ്നാനപ്പെട്ടു, പിന്നെ നമ്മൾ കുറച്ച് നാൾ തന്നെ കാണുന്നില്ല. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? താൻ വേലയ്ക്കായിട്ട് ദൈവകരങ്ങളിൽ ഉപയോഗിക്കും. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മാനപാത്രമാകണമെങ്കിൽ എവിടെ ഇരിക്കണം? പോട്ടറുടെ വീലിൽ ഇരിക്കണം. ഈ കറക്കമുണ്ട്, ഈ പ്രഷറുണ്ട്. അപ്പം നമ്മൾ പറയും, എൻ്റെ ദൈവമേ ഞാൻ മടുത്തു അല്ലേ, എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? പോട്ടയുടെ വീല് നമുക്ക് തരുന്ന 2-3 മെസ്സേജുകളുണ്ടല്ലേ? സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ഈ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്നിട്ടൊരു പ്ലാനല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിനനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. പത്രോസ് അപ്പോസ്തലനെ വിളിച്ചു. അപ്പം പിന്നെ കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാൻ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചപ്പോൾ, എന്നെ വിളിച്ചപ്പോൾ കർത്താവിന് എന്തുണ്ട്? എന്നെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പം നമ്മൾ അത് ഞാൻ നിറവേറ്റുമ്പോഴാണ് എനിക്ക് കർത്താവ് വച്ചിരിക്കുന്ന ഒരു നിത്യതയിലെത്തുമ്പോൾ ഒരു മാനപാത്രമായിട്ട്, നമ്മളെല്ലാം ഒരു വിരുന്നിൻ്റെ ആ വിരുന്നുശാലയൊക്കെ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അല്ലേ? കാന്ത ആരാണ്? കർത്താവിൻ്റെ സഭയാണ്. തന്നെത്താൻ വെടിപ്പാക്കി ആ വലിയ വിരുന്നിൽ മാനപാത്രങ്ങളായിട്ടല്ലേ, നീതിവസ്ത്രമൊക്കെ അണിഞ്ഞ് മാനപാത്രങ്ങളൊക്കെ ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അസൈൻമെൻ്റ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. ഇവിടെ എന്തുണ്ട്? നമ്മുടെ ചർച്ചിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ആ ദൈവമാക്കി വച്ചിരിക്കുന്ന ഗ്രേറ്റ് ഹൗസിൽ നമുക്ക് എന്തുണ്ട്? നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ എവിടെയാണ് നടപ്പാകുന്നത്? നമ്മുടെ സഭയാകുന്ന ആ വലിയ വീട്ടിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും നമ്മളൊരു മാനപാത്രമായിട്ടിരുന്നാലേ നമുക്ക് നമ്മളെ കർത്താവിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ ഒരു പദ്ധതിയിലും പ്ലാനിലും നമ്മൾ വന്നു ചേരാനായിട്ട് നമുക്ക് ഇടയായി. അതുമാത്രമല്ല, നമ്മളെ ആ ചക്രത്തിൽ വെച്ച് ഫോം ചെയ്ത്, അതായത് ഈ കളിമണ്ണിൻ്റെ പ്രത്യേകത തന്നെ, ഈ പാത്രം പൊട്ടിപ്പോയാൽ അത് കുശവൻ്റെ പ്രശ്നമാണോ കളിമണ്ണിൻ്റെ പ്രശ്നമാണോ? അല്ലേ? അത് കളിമണ്ണിൻ്റെ പ്രശ്നമാണ്. പാത്രം നമ്മൾ ഇവിടെ തന്നെ കാണുന്നുണ്ട്, ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാത്രം തൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി അല്ലേ? പാത്രം തൻ്റെ കയ്യിൽ എന്തായിപ്പോയി? ചീത്തയായിപ്പോയി. അത് ആ പോട്ടറുടെ ആ കയ്യിൽ നിന്ന് താഴെ വീണിട്ടാണോ? വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചീത്തയായി പോയപ്പോൾ എന്ത് ചെയ്തു? അതിനെ വേറൊരു ഷേപ്പാക്കി രൂപപ്പെടുത്തി. അതാണ് കർത്താവിൻ്റെ ഫോർമേഷൻ. അപ്പം നമുക്കറിയാം, ഞാൻ എത്രയോ കുറവുകളുള്ള ആളാണ്. കർത്താവ് എത്രയോ കാര്യങ്ങളിലൂടെ കടത്തിവിട്ട് എന്നെ എത്രയോ കാര്യങ്ങൾ പഠിപ്പിച്ചു അല്ലേ? നിങ്ങൾ ഓരോരുത്തർക്കും പറയാൻ അനേക സാക്ഷ്യങ്ങളുണ്ടല്ലേ? നമ്മളെയൊക്കെ ആ അഗ്നിശോധനയിലൂടെയൊക്കെ കടത്തി വിട്ടപ്പോൾ നമ്മൾ എന്താണ് ഈ പ്രഷർ നമുക്ക് വന്നു, നമ്മൾ പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, കുറച്ച് സമയം കൂടെ ഇരിക്കുക. കർത്താവിൻ്റെ സമയം വരെ നമ്മളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്താൻ, ഒരു മാനപാത്രമായിട്ട് നിർത്താൻ ഒരു ടൈമുണ്ട്. കർത്താവ് കൂടുതൽ സമയമൊന്നും എടുക്കില്ല കേട്ടോ. നമ്മൾ അടങ്ങി ഒതുങ്ങി, ഞാൻ വിചാരിക്കണോ കളിമണ്ണ് ചീത്തയാവാണ്ടെങ്കിരുന്നാൽ നമ്മൾ ചിലപ്പോൾ വേഗം. പിന്നെ മാത്രമല്ല, അതിനകത്തുനിന്ന് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വെറുതെ മീനൊക്കെ വെക്കണ ഒരു ചെറിയ ഒരു ചട്ടിയാണെങ്കിലോ അത് പെട്ടെന്ന് അതിനെ രൂപപ്പെടുത്തിയെടുക്കാമായിരിക്കും അല്ലേ? അപ്പോൾ അതിനൊരുപാട് ഷേപ്പിംഗ് ആവശ്യമില്ല. പക്ഷെ നല്ലൊരു ഫ്ലവർ വൈസോ അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണമെങ്കിലോ ഈ ചട്ടി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പറ്റുമോ? പറ്റില്ല. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇച്ചിരി ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കളിമണ്ണും ഒരു വീലയിലിരിക്കുന്നതെന്നാണോ? നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് നമുക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ അല്ലേ? കർത്താവിൻ്റെ, നമ്മൾ ഇന്നലെ ദൈവഹിതത്തെക്കുറിച്ച് കേട്ടു. സർവാധികാരമുണ്ട്, കർത്താവിൻ്റെ ധാർമ്മിക വില്ലുണ്ട്, അതുപോലെ ഓരോരുത്തരെ കുറിച്ചുള്ള പ്രത്യേകത ഉണ്ട്. ആ ഒരു പദ്ധതിயின் പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
അതിനിടയിൽ എന്തുണ്ട്? ഇതിനൊക്കെ വിധേയപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇതിലേക്ക് പോകുമ്പോഴാണ് ഈ പാത്രം എന്ത് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപദേശം അത്ര ഇഷ്ടമല്ല, നമുക്ക് ക്ലാസ്സുകൾ അത്ര ഇഷ്ടമല്ല, ഇതൊന്നും കേൾക്കണമെന്ന് നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ആകെ അസ്വസ്ഥരാണ്. അപ്പം എന്തു പറ്റും? അസ്വസ്ഥരാകുമ്പോൾ നമ്മൾ വീണ്ടും പൊട്ടിപ്പോയി. പിന്നെ എന്ത് ചെയ്യണം? പൊട്ടൽ മാറ്റിയിട്ട് വേണ്ടേ അതിനെ ഷേപ്പ് ചെയ്യാൻ. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മാനപാത്രമായി വരാനുള്ള ആ താമസത്തിന് കാരണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. ഞാൻ പെട്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് ഈ നമ്മൾ പറഞ്ഞു ചക്രത്തിന്മേലെ നമ്മൾ ഒരു പോട്ടറുണ്ട്. ഒന്നാമത് പറഞ്ഞ കാര്യം, നമ്മൾ ആ പോട്ടറല്ലേ കർത്താവിൻ്റെ ഭവനത്തിൽ നമ്മൾ വന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ വന്നു. രണ്ടാമത് പോട്ടറുടെ വീൽ, അല്ലെങ്കിൽ നമ്മളെ ഫോം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ്. ഇനി ഒരു കുശവൻ്റെ ഒരു കൈ, ഒരു നല്ല കൈയുണ്ട്, അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാണ്. അത് നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ്. അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഒരു ബോധ്യം. നമ്മുടെ മനസ്സിൽ ഒരുക്കേണ്ട കാര്യം എന്താ? എന്നാലേ നമുക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റുള്ളൂ. ഈ കുശവൻ്റെ കയ്യിലല്ലേ പാത്രം ചീത്തയായി പോയത്? ആണോ? കുശവൻ്റെ കയ്യിലിരുന്നപ്പോഴാണ് മെനഞ്ഞോണ്ടിരുന്നപ്പോൾ. അപ്പം നമ്മൾ പറഞ്ഞു കളിമണ്ണിൻ്റെ പ്രശ്നം തന്നെയാണ് അല്ലേ, താഴ്ചാടിയതല്ല. അപ്പോൾ ആ കുശവൻ എന്ത് ചെയ്തു? അതിനെ എന്നാ ഇതിനെ പോട്ടെ, അതാ മണ്ണെടുത്ത് കളഞ്ഞോ? കുശവൻ ആ മണ്ണെടുത്ത് ദൂരെ കളഞ്ഞില്ല അല്ലേ. എന്ത് ചെയ്തു? തൻ്റെ കരങ്ങളിൽ തന്നെ ഒരു നല്ല പാത്രമായി, വീണ്ടും വേറൊരു പാത്രമായി, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട രൂപത്തിലേക്ക് അതിനെ മാറ്റി. അത് നമുക്ക് വളരെ, ഞാൻ പറയാം, ഇപ്പം നമ്മൾ വചനങ്ങളൊക്കെ കേൾക്കുക നമ്മുടെ വീട്, ഞാൻ വിചാരിക്കുന്നു പല പ്രശ്നങ്ങളിലൂടെ, പല പ്രതികൂലങ്ങളിലൂടെ, പല ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്ന ആളുകൾ അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ, ചിലരെ സംബന്ധിച്ച് നമ്മളൊക്കെ വിശ്വാസത്തിൽ വില കൊടുത്തു വന്നു, നമ്മൾ ആ മിനിസ്ട്രിയിൽ നല്ല മനുഷ്യരായിട്ട് നിൽക്കുമ്പോൾ ചിലർക്ക് പ്രയാസം വരില്ലേ? ചില ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ മക്കൾ വേറെ വിവാഹം കഴിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് നല്ല മിനിസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് വലിയൊരു പ്രയാസം വന്നതായിരിക്കാം. നമ്മളങ്ങനെ ചിന്തിക്കും, ദൈവമേ എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം? അപ്പം നമ്മൾ ചിന്തിച്ചോ, ചിലപ്പോൾ ഒരു വലിയ രോഗമായിരിക്കാം. നല്ലൊരു നമ്മുടെ തന്നെ ജീവിതങ്ങളെടുക്കുക. ദൈവമേ ഞാൻ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, ദൈവമേ എന്നിട്ടും ഇങ്ങനെ വന്നല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ വന്നത്? അപ്പം നമ്മൾ ഓർത്തോളണം, മിസ്റ്റേക്ക് നമ്മുടെ പക്ഷത്താണെങ്കിൽ പോലും നമ്മൾ എവിടെയാണ്? നമുക്ക് വലിയൊരു ആശ്വാസമുണ്ട്. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ആ കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത് അല്ലേ. നമ്മളെ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് നമ്മളോട് പറഞ്ഞു, നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പ്രശ്നമാണ്, അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ കരങ്ങളിലാണ് ഇരിക്കുന്നത്. കർത്താവ് നമ്മളെ ഇട്ടിട്ട് പോവോ? ജീവിതത്തിൽ കുറേ പ്രശ്നം വന്നു, പാപം വന്നു, അതല്ല പാപത്തിന് ലൈസൻസ് എന്നുള്ളതല്ല, ബുദ്ധിമുട്ടുകൾ വന്നു, രോഗം വന്നു, സങ്കടങ്ങൾ വന്നു അല്ലേ. ചിലപ്പോൾ നമ്മുടെ മക്കൾ പിന്മാറ്റത്തിൽ പോയി, അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടേക്കാം. പക്ഷേ നമ്മൾ അപ്പോഴും എവിടെയുണ്ട്? ആ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലാണ്. ആ കർത്താവിന് നമ്മളെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മളെക്കുറിച്ച് പിന്നെ എന്തുകൊണ്ടാണ് ദൈവമേ ഇതൊക്കെ വരുത്തിയെന്ന് ചോദിച്ചാൽ, ഇന്നലെ ആൻറ്റി പറഞ്ഞു, ദൈവത്തിനൊരു സർവാധികാര കൃപയുണ്ട് അല്ലേ. നമുക്ക് ചോദിക്കാനായിട്ട് പറ്റില്ല. അതെന്തിനാണ്? അതൊരു നന്മയ്ക്കായിട്ടല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അപ്പം എന്താണെന്ന് ചോദിക്കുകയല്ല, മറിച്ച് ഞാൻ എവിടെയാണ്? ഐ ആം ഇൻ ദി കംഫർട്ടിങ് ഹാൻഡ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആശ്വാസം തരുന്ന കരങ്ങളിലാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യില്ല, കർത്താവ് തള്ളിക്കളയില്ല. നമ്മുടെ അപമാനങ്ങളെ മാറ്റി നമ്മളെ ഒരു മാനപാത്രമാക്കി തീർക്കാനായിട്ട് ആർക്ക് കഴിയും? കർത്താവിന് നിശ്ചയമായിട്ടും കഴിയും. നമുക്കെന്തോ വേണം? മാനപാത്രമാക്കാൻ നമ്മൾ ആ വീലിലിരിക്കണം, ആ രൂപാന്തരപ്പെടുത്താൻ തക്കവത് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കണം. ഇതൊക്കെ ചെയ്തെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ മനസ്സിലാക്കണം. നമുക്കുണ്ടായിരിക്കേണ്ട തിരിച്ചറിവ് എന്താണ്? നമ്മൾ കളിമണ്ണ് പോലെയുള്ള ആളുകളാണ് അല്ലേ. കളിമണ്ണ് കുറച്ച് വെയിലൊക്കെ കേൾക്കുമ്പോൾ അത് കഠിനപ്പെടും,
മഴ പെയ്യുമ്പോൾ അത് ചെളി പോലെയാകും. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ് അതിരിക്കുന്നതെങ്കിൽ എന്തുണ്ട്? അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് കുറച്ച് വർഷമായി അങ്ങ് നന്നായി പോകുന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. കുശവൻ കയ്യിൽ കളിമണ്ണ് പോലെ അനുദിനം നീ പണിയണമേ എന്നല്ലേ പാട്ടുകാരൻ പാടിയത്. എന്നും അനുദിനം വേണ്ട കാര്യമാണ്. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ ഇതിൽ നിന്നൊക്കെ വിശദീകരിച്ച് കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് വിടാം. എങ്കിലും ഞാൻ വിചാരിക്കുന്നു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പറയുന്ന ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. നിങ്ങളും ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള ഉദാഹരണമായിരിക്കും, എങ്കിലും ഇതിൽ റെലവൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇംഗ്ലണ്ടിലുള്ള ഒരു ദമ്പതികൾക്ക് അവർ നല്ല നല്ല കൗതുക വസ്തുക്കളും ഒക്കെ വാങ്ങാൻ വളരെ താല്പര്യമുള്ള ദമ്പതികളാണ്. അവർ ദിവസം ഒരു കടയിൽ ചെന്നപ്പോൾ നല്ലൊരു കളിമൺ ഒരു ബൗള്, നല്ലൊരു വളരെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആ പാത്രം എടുത്തിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്നേരം കഥയാവട്ടോ കളിമൺ ആ പ്ലേറ്റ് സംസാരിക്കാൻ തുടങ്ങി. ആ പ്ലേറ്റ് ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. ആ എൻ്റെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആ എന്നാ നീ പറഞ്ഞ് നിൻ്റെ കഥ കേൾക്കാം. ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ വെറും ഒരു ചുവന്ന കളിമണ്ണായിരുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ എന്നെ എടുത്തു, കുറച്ച് മണ്ണിങ്ങനെ, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഞാൻ കരഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ എന്നെ എടുത്തോണ്ട് പോയി. ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ കുഴച്ചു, എനിക്ക് വേദനയൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞു എന്നെ വിട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എന്നെ വിട്ടില്ല. അങ്ങനെ കുഴച്ച് പരുവപ്പെടുത്തി എടുത്തിട്ട് പോട്ടറുടെ വീലിൽ വെച്ചു. അപ്പോൾ എനിക്ക് അതിലും വേദനയാണ്, ഇരുന്ന് കറങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. കറങ്ങുമ്പോൾ എനിക്ക് അസഹ്യതയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നോട്. അപ്പോൾ യജമാനൻ ആ കൊണ്ടുവന്ന വ്യക്തി, ആ കുശവൻ പറഞ്ഞു സമയമായില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അതൊരു പാത്രമാക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അതിനെ എടുത്ത് തീക്കകത്ത് കൊണ്ടുപോയി ഇട്ടു. കളിമണ്ണൊക്കെ ചുട്ടെടുക്കൂല്ലേ, അപ്പോൾ അതിനെ കൊണ്ടുപോയി തീക്കകത്തേക്ക് ഇട്ടു. അയ്യോ ഭയങ്കര ചൂട്, അവിടുന്ന് എന്നെ ഇവിടെ എനിക്ക് പോകണം ഭയങ്കരമായിട്ട്. അന്നേരവും യജമാനൻ പറഞ്ഞു സമയമായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓർത്തു, ഇതിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എടുത്തിട്ടൊരു ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു, അടച്ചു വെച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കിവിടെ ശ്വാസം മുട്ടണോ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സമയമായില്ല. പിന്നെ എടുത്തു, പിന്നെ ഇരട്ടി ചൂടാക്കിയ ചൂളയിലേക്ക് ഇട്ടു. അയ്യോ ഞാനിപ്പം എനിക്കിനി ഒട്ടും സഹിക്കാൻ പറ്റില്ല. അന്നേരവും കറിഞ്ഞ് എന്നെ സമയമായില്ല. വീണ്ടും എടുത്ത് തന്നെ ഷെൽഫിൽ വെച്ചു. ഇനി എനിക്ക് ഇവിടെ ശ്വാസം വിട്ട് എന്നെ വിടാനായിട്ടാണ് എപ്പോഴും പറയുന്നത്. എന്നിട്ട് അത് പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരിക്കും. അപ്പം ഇങ്ങനെ പുള്ളി അതിൽ പല വരകളും കുത്തുകളും വരയ്ക്കാനും ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒട്ടും പറ്റില്ല, കാരണം പുള്ളി എന്തിലൂടെയൊക്കെ പോയി, വീലിലിരുന്നു, തീയിലിരുന്നു, അലമാരയിലിരുന്നു, എനിക്ക് പറ്റില്ല. അപ്പോൾ പറഞ്ഞു നീ സമയമായില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അത് നല്ല പെയിൻ്റൊക്കെ ചെയ്ത് നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ബൗളാക്കി. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കണ്ണാടി കാണിച്ചു കൊടുത്തു. കഥയാണല്ലോ, പാത്രത്തിന് കാണാവോന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. കണ്ണാടിയിൽ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഞാൻ ഇത്ര സുന്ദരനായിരിക്കുന്നു, ഈ അവിടെ കിടന്ന് ഒരു കളിമൺ കട്ടയാണോ ഞാനെന്ന് തോന്നി. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാ പോയിൻറ്റും അതിനകത്തുണ്ടല്ലേ. നമ്മൾ വെറും കളിമണ്ണായിരുന്നു, നമ്മളെ കർത്താവ് വിളിച്ചു, കർത്താവിൻ്റെ സഭയോട് ചേർത്ത് പണിതു, മാനപാത്രങ്ങളായി തീർക്കാനുള്ള ഫോർമേഷനാണ് ജീവിതത്തിൽ വരുന്ന. ഇനി നിങ്ങൾ ഓരോ ക്ലാസ്സും കേൾക്കുമ്പോൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ ചിന്തിച്ചോ. അങ്ങനെ നിങ്ങൾ അതിനെയെല്ലാം എന്താണ് ആ വീലിലിരിക്കാൻ, ആ ഒരു പ്രഷർ കൊള്ളാൻ ഒക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരു മാനപാത്രമാകാനുള്ള എല്ലാ റിസോഴ്സസും എനിക്കും നിങ്ങൾക്കും കർത്താവ് തരട്ടെ. ഇനിയുള്ള 2-3 സെഷനുണ്ട്. ദൈവകൃപയാൽ എനിക്ക് പറഞ്ഞതുപോലെ ദൈവം സഹായിച്ചു. ദൈവത്തിന് എല്ലാ മഹത്വവും. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ മഹത്വവും ഇങ്ങനെ ഒരു അവസരം തന്നതിനും നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് മാത്രം മഹത്വം ഇരിക്കട്ടെ.